സോഷ്യൽ മീഡിയ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. രാവിലെ ബെഡിൽ നിന്നും എഴുന്നേറ്റ ഉടൻ എല്ലാവരും നോക്കുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതിൽ ആരെല്ലാം എങ്ങനെയുള്ള സ്റ്റേറ്റസ് ആണ് ഇട്ടിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഒരു ദിവസം പതിവ് പോലെ ഉറക്കമുണർന്ന് ഇൻസ്റ്റാഗ്രാം ഫീഡ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ വളരെ ക്രൂരമായൊരു ചിത്രം നിങ്ങൾ കാണുകയാണ്. ഉദാഹരണത്തിന്, ആ കൂട്ടുകാരിയുടെ തല ആരോ കത്തികൊണ്ട് വെട്ടി ഏകദേശം ആ തല താഴേക്ക് വീഴുന്ന ഒരവസ്ഥയിൽ ഉള്ള ഒരു ചിത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സത്യത്തിൽ അത് യഥാർത്ഥമാണോ അതോ ഫോട്ടോഷോപ്പാണോ എന്ന പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരും. പക്ഷെ എന്തായാലും ആ ചിത്രം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടാകും. അതുപോലെ 2019 വർഷം US സംഭവിച്ച വളരെ ഹൃദയഭേദകമായ സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് തോന്നിപ്പിക്കുന്ന, നമ്മയെല്ലാം വലിയ ഞെട്ടലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂടാതെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ 5-ൽ എത്ര സ്റ്റാർ നൽകുമെന്നുള്ളതും കമൻറ്റിൽ പറയുക. US ന്യൂയോർക്കിൽ ബിയാങ്ക മിഷേൽ എന്ന 17 വയസ്സുള്ള പെൺകുട്ടി കോളേജ് പഠിക്കുകയാണ്. അവളുടെ അമ്മയുടെ പേര് കിംബർലി. കിംബർലിയുടെ ജീവിതം അത്ര നല്ലതൊന്നുമായിരുന്നില്ല. കിംബർലിക്ക് വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ എല്ലാം നന്നായി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ദിവസം കഴിയുന്തോറും കിംബർലിയെ ഭർത്താവ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ബിയാങ്ക ജനിച്ചത്. ഭാര്യയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവ് ഒരു ഘട്ടത്തിൽ സ്വന്തം മകളെയും അതുപോലെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. തനിക്ക് നടക്കുന്ന ദുരിതം തൻ്റെ മകൾക്കും ഉണ്ടാകുന്നത് മനസ്സിലാക്കി കിംബർലി ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ പല വർഷങ്ങൾക്ക് ശേഷം കിംബർലിക്ക് ഒരു ബോയ് ഫ്രണ്ട് കിട്ടി. ആ ഒരു ബന്ധത്തിലൂടെ അവർക്ക് മറ്റൊരു പെൺകുഞ്ഞും ജനിച്ചു. അത് മറ്റൊരാളിൽ ഉണ്ടായ കുഞ്ഞാണെങ്കിൽ കൂടിയും ബിയാങ്ക സ്വന്തം സഹോദരിയായി അവളെ കണ്ടു. മൊത്തത്തിൽ കിംബർലി അവളുടെ ജീവിതം എത്രത്തോളം ദുഃഖത്തിലും ദുരിതത്തിലും പോയാലും തൻ്റെ 2 പെൺകുട്ടികളുടെ ജീവിതത്തെയും നന്നായി തന്നെ കൊണ്ടുപോയി. ബിയാങ്കയും കാണാൻ വളരെ സുന്ദരിയാണ്, കോളേജിൽ പഠിക്കുകയാണ്. ബിയാങ്കയെ എല്ലാവർക്കും അറിയാം. അവളെ ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേരുണ്ട്, പ്രണയിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ ബിയാങ്ക മുഴുവൻ സമയവും സോഷ്യൽ മീഡിയയിലാണ് ചിലവഴിക്കാറ്. അതും ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ സമയവും. ബിയാങ്കയെ പുറമേ കാണുമ്പോൾ വളരെ സുന്ദരിയാണ്. അവളെ എങ്ങനെയെങ്കിലും പ്രപ്പോസ് ചെയ്യണം, അവളെ പ്രണയിക്കണമെന്ന് ഒരുപാട് പേർ അവൾക്ക് പുറകെ നടക്കാറുണ്ട്. പുറമേ നോക്കിയാൽ ഹാപ്പിയാണ് എന്നൊക്കെ തോന്നിയാലും അവൾക്ക് പുറകിലും ഒരു ഇരുണ്ട ഭാഗമുണ്ടായിരുന്നു. ചെറിയ പ്രായം മുതലേ അവൾക്ക് ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ അമ്മയെ പിരിഞ്ഞതുകൊണ്ട് ബിയാങ്ക കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി. ആ സമയമെല്ലാം ബിയാങ്ക ഒറ്റയ്ക്കായിരുന്നു. അതിനാൽ അവൾക്ക് സെപ്പറേഷൻ ആൻസൈറ്റി എന്ന ഒരു മാനസിക രോഗം വന്നു. കൂടുതൽ സമയവും അമ്മ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങി. ഇങ്ങനെ ദിവസങ്ങൾ പോകുന്നു. പക്ഷേ ഈ ഒരു മാനസിക രോഗം അവൾ വളരുന്തോറും അവളുടെ കൂടെ തന്നെ വളരാനും തുടങ്ങി. ബിയാങ്ക കോളേജിൽ പോകുമ്പോഴും അവൾക്ക് ഇതേ രോഗമുണ്ടായിരുന്നു. അവൾ കോളേജിൽ പഠിക്കുമ്പോൾ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മറ്റൊരു രോഗമുള്ളത് കണ്ടുപിടിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. ഇങ്ങനെ പല രോഗം ഉണ്ടെങ്കിലും അവൾ വളരെ ധൈര്യമായി അതെല്ലാം ഫേസ് ചെയ്ത് പതിയെ പുറത്തു വരാൻ തുടങ്ങി. ഈ രോഗത്തിൽ നിന്നും തന്നെ വഴിതിരിക്കാനായി അവൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചിലവഴിക്കാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിലും ഡിസ്കോർഡ് എന്ന മറ്റൊരു സോഷ്യൽ മീഡിയ ഉണ്ട്. ഇത് രണ്ടിലുമാണ് അവൾ കൂടുതൽ സമയം ചിലവഴിക്കുക. ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമിനെയാണ് എല്ലാവരും ഒരു ഡേറ്റിംഗ് ആപ്പായി തന്നെ ഉപയോഗിക്കുന്നത്. അതുപോലെ ബിയാങ്ക ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായിരിക്കുമ്പോൾ ബ്രാൻഡൻ എന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു റിക്വസ്റ്റ് വന്നു. ആ റിക്വസ്റ്റും അവൾ അക്സെപ്റ്റ് ചെയ്ത് 2 പേരും സംസാരിക്കാൻ തുടങ്ങി. ബ്രാൻഡനുമായി അവൾക്ക് നല്ലൊരു ബന്ധമുണ്ടായി. കാരണം അവനും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനെ വിട്ട് പിരിയുകയും ചെറിയ പ്രായം മുതലേ മാനസിക രോഗമുള്ളതുകൊണ്ട് തനിക്ക് സമാനമായ മറ്റൊരാളെ കണ്ടുമുട്ടിയപ്പോൾ അവൾ അവനുമായി പെട്ടെന്ന് തന്നെ അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ബ്രാൻഡൻ ബിയാങ്കയോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു, ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ബിയാങ്ക പറഞ്ഞത്, ഇല്ല, ഞാൻ നിന്നെ സുഹൃത്തായാണ് കാണുന്നത്, ഇത്
മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എപ്പോഴും സുഹൃത്തുക്കളായിരിക്കാം. ഇതിന് നീ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ബ്രാൻഡനും ശരി, ഓക്കെ, നമുക്ക് സുഹൃത്തുക്കളായി തന്നെ തുടരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സൗഹൃദം തുടർന്നു പോയാലും ബ്രാൻഡന് അവളോടൊരു പ്രണയം എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ദിവസം ബിയാങ്കയും അവളുടെ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ബ്രാൻഡൻ എന്ന ഒരു സുഹൃത്ത് ലഭിച്ചു, അവൻ വളരെ നല്ലവനാണെന്ന് പറഞ്ഞു. ഇത് കേട്ട ബിയാങ്കയുടെ അമ്മയും ശരി, ഞാനൊന്ന് അവനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഡിന്നറിനായി ക്ഷണിക്കുകയും ചെയ്തു. ബ്രാൻഡനും വീട്ടിൽ ഡിന്നറിനായി വരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ബിയാങ്കയുടെ അമ്മയ്ക്ക് ബ്രാൻഡനെ കണ്ടപ്പോൾ എന്തോ അവന്റെ സ്വഭാവം വളരെ വ്യത്യസ്തമായി തോന്നി. ബിയാങ്കയുടെ അമ്മയ്ക്ക് അവനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവനുമായുള്ള സൗഹൃദം ബിയാങ്കയെ വളരെ സന്തുഷ്ടയാക്കിയിരുന്നു. അവൾ വളരെ മാനസിക സമ്മർദ്ദം അനുഭവിച്ച സാഹചര്യത്തിൽ ബ്രാൻഡനുമായി സംസാരിക്കുമ്പോൾ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. അപ്പോൾ മകൾ സന്തോഷവതിയാണ്, ഇതിലും വലുത് എനിക്ക് എന്താണ് വേണ്ടത് എന്ന് കരുതിയ അമ്മ ബ്രാൻഡനെ കുറിച്ച് കൂടുതൽ മോശമായതൊന്നും മകളോട് പറയാൻ പോയില്ല. രണ്ടുപേരും പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് പോകും. മ്യൂസിക് കോൺസെർട്ട് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതുകൊണ്ട് ന്യൂയോർക്കിൽ എവിടെ മ്യൂസിക് കോൺസെർട്ട് നടന്നാലും അവരവിടെ പോകും. അങ്ങനെ ജൂലൈ മാസം 13 2019 വർഷം ന്യൂയോർക്കിൽ ഒരു മ്യൂസിക് കോൺസെർട്ട് നടക്കുന്നു. ഇത് കാണാനായി രണ്ടുപേരും പോകുന്നു. അതൊരു 11-12 മണി വരെയും നീളുന്നു. അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരാൾ ഫോൺ ചെയ്യുന്നു. സർ, എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ വളരെ ക്രൂരമായൊരു ചിത്രം കണ്ടു. ഒരു പെൺകുട്ടിയുടെ തലയിൽ ആരോ കത്തി വെച്ച് വെട്ടിയിട്ടുണ്ട്. ഏകദേശം ആ തല താഴെ വീഴുന്നൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാം, ഡിസ്കോർഡ് എന്ന ഈ 2 സോഷ്യൽ മീഡിയയിലും കണ്ടു. അത് വൈറലാണ്, ഒന്ന് പരിശോധിക്കാമോ എന്ന് പറഞ്ഞു. പോലീസും അത് പരിശോധിച്ചു. അവരും അത് കണ്ട് ഞെട്ടി. പോലീസ് പരിശോധിക്കുന്നതിനുള്ളിൽ തന്നെ ഈ ഒരു ഫോട്ടോ വൈറലാകാൻ തുടങ്ങി. ഒരുപാട് പേർ അത് ഷെയർ ചെയ്യുന്നു. അതിലുള്ള പെൺകുട്ടി ആരാണെന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ അത് ബിയാങ്കയാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഫോട്ടോ ആദ്യമായി ആരാണ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് എന്നറിയാനായി സൈബർ ക്രൈം പരിശോധിക്കുമ്പോൾ ബ്രാൻഡൻ എന്ന വ്യക്തിയാണ് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് എന്ന് മനസ്സിലായി. പക്ഷേ പോലീസിന് അപ്പോഴും കുഴപ്പിച്ചൊരു കാര്യം, ഫോട്ടോഷോപ്പ് എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു കാലമാണ്. റിയൽ ഫോട്ടോയെക്കാട്ടിലും വളരെ വ്യക്തമായി തന്നെ ഫോട്ടോഷോപ്പ് ചെയ്യാനും സാധിക്കും. അതിനാൽ ഇതൊരു പക്ഷേ തമാശയ്ക്ക് ചെയ്ത ഫോട്ടോ ആയിരിക്കാം എന്ന് കരുതി ബ്രാൻഡനെ അന്വേഷിക്കാൻ തുടങ്ങി. ബ്രാൻഡനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനിൽ നിന്നും ഒരു ഫോൺ കോൾ പോലീസിന് വരുന്നു. അതിലവൻ പറഞ്ഞത്, സർ, ഞാൻ ബ്രാൻഡനാണ് സംസാരിക്കുന്നത്. ബിയാങ്ക എന്ന പെൺകുട്ടിയെ ഞാനാണ് ക്രൂരമായി കൊന്നത്. ഇപ്പോൾ ഞാനും ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്തു. പോലീസിന് ഇപ്പോൾ ഒന്നും തന്നെ മനസ്സിലായില്ല. ഇപ്പോൾ ആ കണ്ട ഫോട്ടോ യഥാർത്ഥമാണോ ഫോട്ടോഷോപ്പാണോ എന്ന് വളരെ കുഴപ്പത്തിലായിരുന്ന പോലീസ് ബിയാങ്കയുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. അവിടെ ബിയാങ്കയില്ല. അമ്മയായ കിംബർലിയോട് പോയി ചോദിച്ചു, മകൾ എവിടെയാണ് പോയത്? എപ്പോഴാണ് മകളോട് അവസാനമായി നിങ്ങൾ സംസാരിച്ചത്? ഇന്നലെ രാത്രി മ്യൂസിക് കോൺസെർട്ട് കാണാനായി ബ്രാൻഡൻ എന്ന സുഹൃത്തുമായി അവൾ പോയി. അത് അവസാനിച്ചപ്പോൾ എൻ്റെ മകൾ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. അതിനുശേഷം അവളിൽ നിന്ന് യാതൊരു വിവരവും ഇല്ല എന്ന് ആ അമ്മ പറഞ്ഞു. അതും ബ്രാൻഡൻ എന്ന വ്യക്തിയെ മെൻഷൻ ചെയ്ത് പറഞ്ഞതുകൊണ്ട് പോലീസിനിപ്പോൾ സംശയം വരാൻ തുടങ്ങി. സത്യത്തിൽ ബിയാങ്കയെ അവൻ കഴുത്ത് വെട്ടി കൊന്നോ എന്ന രീതിയിൽ പോലീസ് സംശയിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയം ഫോറൻസിക്കിൽ നിന്നും ഒരു വിവരം പുറത്തു വന്നു. അത് സത്യത്തിൽ ഫോട്ടോഷോപ്പ് ചെയ്ത ഇമേജ് അല്ല, അത് റിയൽ ഇമേജ് ആണ്. യഥാർത്ഥത്തിൽ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ കഴുത്ത് ആരോ വെട്ടി കൊന്നിട്ടുണ്ട്. ഈ ഒരു വിവരമായിരുന്നു വന്നത്. പോലീസിനിപ്പോൾ വ്യക്തമായി മനസ്സിലായി, ബിയാങ്ക ജീവനോടെ ഇല്ല, കൊന്നത് ബ്രാൻഡൻ തന്നെയാണ് എന്ന്. ഇപ്പോൾ സംശയിച്ച പോലീസ് ബ്രാൻഡന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പരിശോധിക്കുന്നു. അതിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. തല ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ ശരീരം, അതൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട്. കൂടാതെ അവൻ്റെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ അതിലും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു വസ്തുവിനെ പച്ച നിറത്തിലുള്ള ഷീറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയും അതിൽ അവൻ കിടക്കുന്നത് പോലുള്ള ഒരു ഫോട്ടോ. അവൻ്റെ കൈ മുഴുവനും രക്തമാണ്. ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിലുമുള്ള ബ്രാൻഡന്റെ ചിത്രങ്ങളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായും അവൻ ബിയാങ്കയെ കൊന്നിട്ടുണ്ടാകാമെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ ബിയാങ്കയുടെ ശരീരം എവിടെയാണ്? ബ്രാൻഡൻ സത്യത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ? അവൻ എവിടെയാണ് എന്ന് പോലും പോലീസിന് അറിയില്ല. പക്ഷേ അവസാനം ബ്രാൻഡൻ പോലീസിന് ഒരു ഫോൺ കോൾ ചെയ്തല്ലോ. ആ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പോലീസ് പോയി തിരയുന്നു. അതൊരു അടർന്ന കാടായിരുന്നു. ആ കാടിനുള്ളിലേക്ക് പോലീസ് പോയി തിരയുന്നു.
ആ സമയത്ത് വലിയ ഞെട്ടലായിരുന്നു കാത്തിരുന്നത്. ബ്രാൻഡന്റെ സെൽഫോൺ സിഗ്നൽ അവസാനമായി കാണിച്ചത് അവന്റെ വീട്ടിൽ നിന്നും ഏകദേശം 10 മിനിറ്റ് യാത്രാ ദൂരമുള്ള ഒരു വനമായിരുന്നു. ആ വനത്തിനുള്ളിലേക്ക് കയറി പോലീസ് തിരയുമ്പോൾ അവിടെ ബ്രാൻഡനെ കണ്ടുപിടിക്കുന്നു. എന്തോ ഒന്നിനെ പച്ച തുണി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അതിന് മുകളിലായി അവൻ കിടക്കുകയാണ്. ദൂരെ നിന്ന് പോലീസ് വരുന്നത് കണ്ടയുടനെ ബ്രാൻഡൻ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ തന്നെ കുത്തി. രക്തം ഒഴുകാൻ തുടങ്ങി. പക്ഷേ പോലീസ് കയ്യിലുണ്ടായിരുന്ന തോക്ക് കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പല സർജറിക്ക് ശേഷം അവന്റെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ പച്ച നിറത്തിലുള്ള തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു വസ്തുവിലായിരുന്നു അവൻ കിടന്നത്. അത് മറ്റാരുമല്ല, ബിയാങ്കയുടെ തലയില്ലാത്ത ശരീരമായിരുന്നു. ഇപ്പൊ അവസാനം ബിയാങ്കയുടെ ശരീരം തിരികെ എടുത്ത് അമ്മയെ ഏൽപ്പിക്കുന്നു. ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം ബ്രാൻഡന്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നു. മ്യൂസിക് കോൺസേർട്ടിന് പോയ ബിയാങ്കയ്ക്ക് സത്യത്തിൽ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വരാൻ തുടങ്ങിയത്. അതായത് ബിയാങ്ക ബ്രാൻഡന്റെ കൂടെയാണ് ഈ ഒരു മ്യൂസിക് കോൺസേർട്ടിന് പോയത്. അവിടെ ബിയാങ്ക അവളുടെ മറ്റൊരു സുഹൃത്തിനെ കാണുന്നു. ആ സുഹൃത്തിനെ ബിയാങ്ക ഓടിച്ചെന്ന് ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയും ചെയ്തു. ഇത് ബ്രാൻഡന് നല്ല ദേഷ്യത്തിന് കാരണമായി. അവനത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എത്രയോ തവണ നിന്നോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ നീ എന്നെ സുഹൃത്തെന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ നീ മറ്റാരെയോ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു. ഇങ്ങനെ മനസ്സിൽ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ മ്യൂസിക് കോൺസേർട്ട് അവസാനിക്കുന്നത് വരെ അവൻ കാത്തിരുന്നു. അത് അവസാനിച്ചതും ബിയാങ്ക ബ്രാൻഡനുമായി കാറിൽ പോവുകയായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും ഡൈവേർട്ടായി ഒരു വനത്തിനുള്ളിലേക്ക് പോകുന്നു. നേരത്തെ പദ്ധതിയിട്ട് കയ്യിൽ കത്തിയും പച്ച നിറത്തിലുള്ള ഒരു തുണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലർ പറയുന്നത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവൻ കൊന്നതല്ല, നേരത്തെ തന്നെ കൊല്ലണമെന്ന പദ്ധതിയോടുകൂടിയാണ് ഇത്രയേറെ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോയതെന്നും പറയുന്നു. ഇപ്പോൾ കാടിനുള്ളിലേക്ക് പോയ ബ്രാൻഡൻ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ആദ്യം അവളുടെ തൊണ്ടയിൽ തന്നെ കുത്താൻ തുടങ്ങി. രക്തം തെറിക്കാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ ബിയാങ്ക മരിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിലും അവളോടുള്ള ദേഷ്യം മാറിയില്ല. അവളുടെ കഴുത്ത് പ്രത്യേകം വെട്ടിയെടുക്കുന്നു. അത് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലിട്ടു, ഡിസ്കാർഡിലിട്ടു. അതിനുശേഷം അവളുടെ തലയില്ലാത്ത ശരീരത്തിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുത്ത് അതും ഇൻസ്റ്റഗ്രാമിലിട്ടു. വീണ്ടും അത് തുണി കൊണ്ട് ചുറ്റി അതും സ്നാപ്ചാറ്റിലിട്ടു. ഇതിൽ വളരെ ദുഃഖം തോന്നിക്കുന്ന ഒരു കാര്യം, ബ്രാൻഡൻ ഇത്ര ക്രൂരമായ ഒരു ഫോട്ടോ ഇട്ടപ്പോഴും അടുത്ത 1-2 മണിക്കൂറിൽ അവന് 10,000 ഫോളോവേഴ്സ് വന്നു. പക്ഷെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഇൻസ്റ്റഗ്രാം അടുത്ത ചില സമയത്തിൽ ബ്രാൻഡന്റെ അക്കൗണ്ട് മുഴുവനായും ഡിലീറ്റ് ചെയ്തു. പക്ഷേ സോഷ്യൽ മീഡിയയെക്കുറിച്ച് നമുക്കറിയാവുന്നതല്ലേ, ഒരു ഇമേജ് വൈറലായാൽ എത്ര പേർ അത് കണ്ടിട്ടുണ്ടാകും, എത്ര പേരത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും, സേവ് ചെയ്തിട്ടുണ്ടാകും. എന്തിന്? ഒരുപാട് പേർ പല രീതിയിൽ ഫോളോവേഴ്സിനെ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ക്രൂരമായ ഫോട്ടോസ് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ബിയാങ്ക എന്ന പേരിൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ഈ തല മാത്രമുള്ള ഒരു ഫോട്ടോ ഇട്ട് അതുവഴി ഒരുപാട് ഫോളോവേഴ്സിനെ ഏൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻസ്റ്റഗ്രാം, ഡിസ്കാർഡ് ഈ രണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകയും ഈ ഫോട്ടോസ് എല്ലാം എവിടെയെല്ലാമാണോ പബ്ലിഷ് ചെയ്തത്, ഏതൊക്കെ അക്കൗണ്ടിലാണോ ഉള്ളത്, എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയും ആ അക്കൗണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ബിയാങ്കയ്ക്ക് സംഭവിച്ച ഈ ഒരു ക്രൂരത പുറത്തു വന്നപ്പോൾ റെസ്റ്റ് ഇൻ പീസ് ബിയാങ്ക എന്ന #, വൈറലാക്കുകയും അവൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ഒരുപാട് പേർ അവളെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാനും തുടങ്ങി. എങ്കിലും അതിലും ചില ചെന്നായ്ക്കൾ ഉണ്ടായിരുന്നു. ആ പോസ്റ്റിനും ഓപ്പോസിറ്റായി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവളുടെ ഫോട്ടോസ് എത്ര തന്നെ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്താലും നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന ഫോട്ടോസ് എല്ലാം എടുത്ത് അത് വീണ്ടും വീണ്ടും വൈറലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിൽ മറ്റൊരു ദുഃഖിപ്പിക്കുന്ന കാര്യം, ബിയാങ്കയുടെ അമ്മയ്ക്ക് പോലും ഒരുപാട് പേർ സ്വന്തം മകളുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരമ്മ സ്വന്തം മകളുടെ ഫോട്ടോ ഈ ഒരു അവസ്ഥയിൽ, ഇത്ര ക്രൂരമായ അവസ്ഥയിൽ കാണാൻ ആരും ആഗ്രഹിക്കില്ല. അത്രയൊന്നും മാനസിക ധൈര്യം ഒരു അമ്മമാർക്കും കാണില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയയിലുള്ള ചില ക്രൂരന്മാർ അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ബിയാങ്കയുടെ ഒരു ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ തുടങ്ങി. അവസാനം ബിയാങ്കയെ കൊന്ന കുറ്റത്തിന് ബ്രാൻഡൻ കുറ്റവാളി എന്ന് തെളിയിക്കപ്പെടുകയും അവന് 2nd ഡിഗ്രി മർഡർ ഫയൽ ചെയ്ത് 25 വർഷത്തെ ജയിൽ ശിക്ഷ നൽകി. 2046 ഇവൻ പരോളിൽ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ മനസ്സിലാകാത്ത ഒരു കാര്യം, ഇവൻ ഈ മ്യൂസിക് കോൺസേർട്ട് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ബിയാങ്കയെ കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു. കാരണം ബിയാങ്കയുമായി ഒരു പ്രണയം വേണം, ഡേറ്റിംഗ് വേണം, അവളുമായി ഒരു ബന്ധം സൃഷ്ടിക്കണമെന്ന് അവൻ പല തവണ ശ്രമിച്ചിട്ടുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് അവളുമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിനാൽ ബിയാങ്കയോട് അവന് വലിയ ദേഷ്യം വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിച്ച് അവളെ കൊല്ലണം എന്നതിന് വേണ്ടിയാണ് അവൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും അവൻ വാങ്ങി കാറിൽ സൂക്ഷിച്ചത്.
അങ്ങനെ ആ ഒരു മ്യൂസിക് കോൺസെർട്ട് അവസാനിച്ചതും ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും കൊല്ലുകയും ചെയ്തു. ഇത് പദ്ധതിയിട്ട് ചെയ്ത ഒരു കൊലപാതകം തന്നെയാണ്. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഡിഗ്രി മർഡർ ചാർജ് ചെയ്യുകയും പരോളിൽ പുറത്തുവരാൻ കഴിയാത്ത രീതിയിൽ ജീവപര്യന്തം ശിക്ഷ നൽകുകയും ചെയ്യണം, അല്ലെങ്കിൽ വധശിക്ഷ നൽകണമായിരുന്നു. പക്ഷെ എന്ത് കാരണം കൊണ്ടാണ് സെക്കൻഡ് ഡിഗ്രി മർഡർ ചാർജ് ചെയ്തത് വെറും 25 വർഷത്തെ ശിക്ഷ മാത്രം കൊടുത്തത് എന്നറിയില്ല. ഈ കേസ് മാത്രമല്ല, ഒരുപാട് കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയ എന്നത് വളരെ ആപത്തായ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരിക്കലും അത് ഉപയോഗിക്കരുത്, അത് വളരെ മോശം എന്നല്ല പറയുന്നത്. അതിലാവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവ മാത്രം എടുത്തുകൊണ്ട് ആവശ്യമില്ലാത്തവയെ പുറന്തള്ളുകയാണെങ്കിൽ മാത്രമേ അതുവഴി വരുന്ന ആപത്തിനെയും തടയാൻ സാധിക്കൂ. ഈ ബിയാങ്ക കേസ് അതിന് നല്ലൊരു ഉദാഹരണമാണ്. അതിനാൽ പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ, കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയുമായി സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്നതും ഒരു പരിചയം ഉണ്ടാക്കുന്നതും കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. സോഷ്യൽ മീഡിയയെ നല്ലതിനു വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുക. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.